നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരാൾക്ക് ഒരു മാസം സുഖമായി ജീവിക്കാൻ എത്ര രൂപ ചെലവാകുമെന്ന് അറിയാമോ? ഇതാ ആ കണക്കുകൾ. പൊതുവെ ജീവിത ചെലവ് കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഇങ്ങനെയാണ് പറയുന്നതെങ്കിലും ഒരു കുടുംബത്തിന് ഒരു മാസം ഇവിടെ സുഖമായി ജീവിക്കാൻ എത്ര രൂപ വേണമെന്നറിയാമോ? മികച്ച ഗുണനിലവാരമുള്ള ഭക്ഷണം, മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവയ്ക്കെല്ലാം കൂടി ചെലവാകുന്ന പണമാണ് ജീവിത ചെലവ് എന്ന് ഉദ്ദേശിക്കുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ 18,000 രൂപ മുതൽ 30,000 രൂപ വരെയും വേണ്ടിവരും. ദമ്പതികളാണെങ്കിൽ 2 പേർ മാത്രം 30,000 രൂപ മുതൽ 45,000 രൂപ വരെയും വേണ്ടിവരും. ഇനി 4 അംഗങ്ങളുള്ള കുടുംബമാണെങ്കിൽ 45,000 രൂപ മുതൽ 70,000 രൂപ വരെയും ചെലവാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആഹാരത്തിന് ചെലവാകുന്ന കണക്ക് നോക്കാം. പലചരക്ക് വിഭവങ്ങൾക്ക് 4,000 മുതൽ 7,000 രൂപ വരെയാണ് ചെലവ് വരുന്നത്. പച്ചക്കറി, പഴം, മത്സ്യം തുടങ്ങിയ എല്ലാം കൂടി ചേർത്ത് ആഹാരത്തിന് മൊത്തത്തിൽ ചെലവാകുന്നത് മാസം 6,000 മുതൽ 10,000 രൂപ വരെയാണ്. പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിന് 2,000 മുതൽ 4,000 രൂപ വരെയും ചെലവാകുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബസമേതം പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ശീലം മലയാളികളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. യാത്രാക്കൂലി ഇനത്തിലും വലിയ ചെലവ് വരുന്നില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു മാസത്തെ ബസ് യാത്രയ്ക്ക് 500 മുതൽ 1,200 രൂപ വരെയും ചിലവാകും. ഓട്ടോ ടാക്സി കൂലിയായി 1,000 മുതൽ 2,000 രൂപ വരെയാണ് ചെലവ്. ഇരുചക്ര വാഹനത്തിന് ഒരു മാസത്തിൽ പെട്രോൾ അടിക്കാൻ 1,200 രൂപ മുതൽ 2,000 രൂപ വരെയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളാണ് ഉള്ളതെങ്കിൽ ചെലവ് ഇതിലും കുറയും. കറണ്ട് ചാർജിന് 800 മുതൽ 2,000 രൂപ വരെയും, വെള്ളത്തിന് 200 മുതൽ 500 രൂപ വരെയും, ഇൻ്റർനെറ്റ് 600 രൂപ മുതൽ 1,200 രൂപ വരെയും, മൊബൈൽ റീചാർജിങ്ങിനും മറ്റും 300 മുതൽ 600 രൂപ വരെയും ചിലവാകും. ഡോക്ടറെ കാണാൻ 300 മുതൽ 700 രൂപ വരെയും, സ്വകാര്യ ആശുപത്രികളിൽ 1,000 മുതൽ 2,500 രൂപ വരെയും, ഹെൽത്ത് ഇൻഷുറൻസ് 800 മുതൽ 2,000 രൂപ വരെയും എന്നിങ്ങനെയാണ് ഒരു മാസത്തെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ചെലവ് കുറവ് ഇവിടെയാണെന്നും വിദഗ്ധർ പറയുന്നു. കുട്ടികൾ സർക്കാർ സ്കൂളിലോ കോളേജിലോ പഠിക്കുകയാണെങ്കിൽ ഫീസ് ആവുന്നില്ല. സ്വകാര്യ സ്കൂളിൽ മാസം 1,500 മുതൽ 5,000 രൂപ വരെയാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് 20,000 രൂപ മുതൽ 1,50,000 ലക്ഷം രൂപ വരെയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പല കാര്യങ്ങളും കണക്കാക്കിയ ശേഷം ഉണ്ടാക്കിയ ശരാശരി കണക്കാണിതെന്നും ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരം ചെലവ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റബ്ബർ കർഷകരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമുക്കൊരു മാസം ഇത്രയും രൂപ ചെലവഴിക്കാൻ ഉണ്ടാകുമോ? അപ്പോൾ അത് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ കർഷകർക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റബ്ബർ ഷീറ്റിന് ഒരു 500 രൂപയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിലൊക്കെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഈ കണക്കിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങും എത്താത്ത ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ മറ്റുടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.